വീട് എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ഡ്രീമാണ്. എക്സിക്യൂഷൻ ഫേസിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ചില അബദ്ധങ്ങളും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഫേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർക്ക് തുടങ്ങുമ്പോൾ 3 വ്യത്യസ്ത ആളുകളാണ് ഇതിലുള്ളത്. ഒരു പ്ലാനിങ് ഡിസൈനിങ് എല്ലാം ചെയ്ത ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് എക്സിക്യൂഷൻ പാർട്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ടാവും, പിന്നെ ക്ലയന്റും ഉണ്ടാവും. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഇത് 3ഉം കൂടി സിങ്ക് ആവാൻ വളരെ പ്രയാസം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലയന്റും ആർക്കിടെക്റ്റും ഡിസൈൻ ചെയ്ത സാധനമാവില്ല ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ഇതിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് 3ഉം സിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ വർക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ആർക്കിടെക്ട് അല്ലെങ്കിൽ ഡിസൈനർ ഉദ്ദേശിച്ച അതേപോലെ തന്നെ പ്ലോട്ടിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ, അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ടീമും കൂടി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്ക് അങ്ങ് തുടങ്ങും, അത് ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 4, 5 വിസിറ്റ് ആയിരിക്കും ഇവിടെ സൈറ്റിൽ വരുന്നുണ്ടാവുക. ചിലപ്പോൾ അവർ കൊടുത്ത ഡ്രോയിങ്സ് പ്രകാരം ആവില്ല ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് വരുന്നുണ്ടാവുക. ഇത്തരത്തിലുള്ളൊക്കെ പല ആംബിഗ്യൂറ്റീസ് നമ്മൾ പലപ്പോഴും സൈറ്റിൽ കാണാറുണ്ട്. കൃത്യമായിട്ട് ഇതിനെ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർക്കിടെക്ചറൽ ഫേമിന്റെ തന്നെ ഒരു ടീം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇനി അതല്ല എങ്കിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ ഒരു കോൺട്രാക്ടറെ കീഴിൽ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ഇത് 3ഉം സിങ്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് ഈ ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ ഈ ഒരു ഓണറുടെ വിഷൻ, ആ ഒരു ഡ്രീം പ്രോപ്പറായിട്ട് അതിൽ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുക.